വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള BEd അതേപോലെ തന്നെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BEd PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വിവരങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, BEd അഡ്മിഷൻ അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും PG അഡ്മിഷൻ വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ ജസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ BEd ആണെങ്കിൽ BEdൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ BEdൻ്റെ ലിങ്ക്, അതായത് വിദ്യാർത്ഥികൾ ജസ്റ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നതിൽ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെക്യൂരിറ്റി, അതായത് ക്യാപ്പേഡും അതേപോലെ തന്നെ സെക്യൂരിറ്റി കീയും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് BEd പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതേ രീതിയിൽ തന്നെ PG ആണെങ്കിൽ PG ലിങ്ക് രണ്ടാമത് ക്ലിക്ക് ചെയ്ത് സെയിം മെത്തേഡ് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ചെയ്യുന്നില്ല ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ KPIDയും അതേപോലെ തന്നെ സെക്യൂരിറ്റിക്കും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ PGയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ BEd അതേപോലെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. രണ്ട് കോഴ്സിൻ്റെയും ഒരേ പ്രൊസീജിയർ തന്നെയാണ്, ഒരേ ഡേറ്റുമാണ്. അതുകൊണ്ട് രണ്ട് BEd ആണെങ്കിലും PG ആണെങ്കിലും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റ് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ട്രയൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അതേപോലെ അപേക്ഷ കൊടുത്തിട്ടും മാർക്ക് ഉണ്ടായിട്ടും അഡ്മിഷൻ കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ആഗ്രഹിച്ച ഓപ്ഷൻസ്, അത് ആഗ്രഹിച്ച കോളേജിൽ നിങ്ങൾക്ക് കിട്ടാത്തവരുണ്ടാകും, ആഗ്രഹിച്ച ഓപ്ഷൻ കിട്ടാത്തവരുണ്ടാകും, ഏതെങ്കിലും ഏറ്റവും ബാക്കിലുള്ള അല്ലെങ്കിൽ അവസാനം കൊടുത്ത ഓപ്ഷനൊക്കെ കിട്ടിയവരുണ്ടാകും. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ട്രയൽ അലോട്ട്മെൻറ്റ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അഡ്മിഷൻ്റെ ഏകദേശം ഫൈനൽ നമുക്ക് തീരുമാനമാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എഡിറ്റ് ഓപ്ഷൻ എന്നുള്ളത്. നിലവിൽ 25/6/2025 വരെ വിദ്യാർത്ഥികൾ, അതായത് നാളെ വരെ വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പല വിദ്യാർത്ഥികളും അപേക്ഷയിൽ വെയിറ്റേജ് കിട്ടുന്ന പല ഡാറ്റകളും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല വിദ്യാർത്ഥികളും OBC വിഭാഗക്കാരല്ലാത്തവർ OBC നോൺ ക്രിമിനൽ വിഭാഗത്തിൽ കൊടുത്തവരുണ്ട്, EWS അല്ലാത്തവർ EWS കൊടുത്തിട്ടുണ്ട്. അതേപോലെ NSS, NCC, SPC പോലെ സർട്ടിഫിക്കറ്റ് ഒന്നും കൈവശമില്ലാത്തവർ ഈ രീതിയിൽ എനാബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തെറ്റായ ഡാറ്റ വിദ്യാർത്ഥികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വിദ്യാർത്ഥികൾ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കൈവശം കിട്ടുമെന്നുള്ള ഉറപ്പിൽ കൊടുത്തവരുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെയിറ്റേജ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയില്ല എങ്കിൽ, അതോടൊപ്പം തന്നെ OBC വിഭാഗത്തിലുള്ള കാറ്റഗറി, നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറിക്ക് തെറ്റ് വന്നവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആയിട്ടുള്ള 25/6/2025 വരെ. അപ്പോൾ നാളെ വരെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഓപ്ഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആഡ് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അൺലോക്ക് എഡിറ്റിംഗ് എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒഴികെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. ഇനി ഏതെങ്കിലും വിദ്യാർത്ഥി അൺലോക്ക് ഓർ എഡിറ്റിംഗ് എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പരിശോധിച്ച് ലാസ്റ്റ് അത് ഫൈനലിൽ നിങ്ങൾ വീണ്ടും കൺഫർമേഷൻ കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അതായത് അൺലോക്ക് എഡിറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ അതിനുശേഷം നിങ്ങൾ എന്താണ് എഡിറ്റ് ചെയ്തത് അതിനുശേഷമുള്ള ഫൈനലി നിങ്ങൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഒന്നുകിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഒരു PDF നിർബന്ധമായിട്ട് നിങ്ങൾ മൊബൈൽ ഫോൺ സേവ് ചെയ്ത് വെക്കുക. കാരണം അൺലോക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് ഫൈനലി വീണ്ടും കൺഫർമേഷൻ കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളെ മുഴുവൻ അലോട്ട്മെൻറ്റിനും പിന്നീട് പുറത്താക്കുന്നതായിരിക്കും. അതുകൊണ്ട് അൺലോക്ക് എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫൈനൽ കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് ആ ഫൈനൽ കിട്ടിയ ആ ഒരു PDF നിങ്ങൾ നിർബന്ധമായിട്ടും സേവ് ചെയ്ത് വെക്കുക. ഈ ഒരു PDF ആണ് പിന്നീട് അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടത്. നിലവിൽ ഈ കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥി ഈ ഒരു അവസരത്തിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനും അതേപോലെ മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ജസ്റ്റ് 1, 2, 3 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് BEdൻ്റെയും PGയുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ആ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മാൻഡറ്ററി ഫീ ഉൾപ്പെടെയുള്ള കോളേജ് അഡ്മിഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും.
അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാൻ, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അലിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.